ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്, വളരെ കൃത്യമായിട്ട് പ്രതിസന്ധിയിലാണ്. അത് കോൺഗ്രസിനകത്ത് നിന്ന് ഇതിനകത്തൊരു ഫൈറ്റും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അല്ലാത്തൊരു ഗ്രൂപ്പ്. ഇപ്പം മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ആ വിഷയം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കാരണം ഈ വിഷയം മോശമാക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷമൊന്നുമല്ല, BJP അല്ല. ഈ വിഷയം മോശമാക്കുന്നതിന് ആവതുള്ള പണി അതിനകത്ത് തന്നെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആവതുള്ള പണി ഏറ്റവും നല്ലതുപോലെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദീപ് വാര്യരാണ്. ഈ വിഷയം നമ്മൾ നേരത്തെ മനസ്സിലാക്കണം. ഇയാൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ വേറെ ശബ്ദ സന്ദേശമൊക്കെ വെളിയിൽ വന്ന് വലിയ വിഷയത്തിലായി. അങ്ങനെയാണല്ലോ ഈ വിഷയം തുടങ്ങുന്നത്. അങ്ങനെയാണല്ലോ ഇയാളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വരുന്നത്. ഇത് ഏറ്റെടുത്ത് പാർട്ടി ഒരു പരുവത്തിൽ ഒതുക്കി നടപടിയൊക്കെ എടുത്ത് മുമ്പോട്ടുണ്ടപ്പോൾ ഒരു ദിവസം ഈ സന്ദീപ് വാര്യർ ഓർമ്മയുണ്ട്, പാലക്കാട് എന്നിട്ട് ഈ വിഷയം അങ്ങനെ രാഹുലിനെതിരല്ല, മറ്റേതല്ല മറിച്ച് എന്ന് പറഞ്ഞാൽ താഴെ കൊണ്ട് താത്തു വെച്ച് മാധ്യമങ്ങളും വിട്ടിട്ട് പോയ സാധനം അവിടെ കൊണ്ടുവന്ന് വീണ്ടും പൊക്കുക. എന്നാൽ കാഴ്ചക്കാർക്കും ബോധമില്ലാത്തവർക്കും തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഡാമേജ് ചെയ്ത് ലൈവായിട്ട് നിർത്തണം. രാഹുൽ മാങ്കൂട്ടൻ ഡാമേജ് ആയാൽ കോൺഗ്രസ് ഡാമേജ് ആവും. പക്ഷേ സന്ദീപ് വാര്യർക്ക് ഇത് വിഷയമല്ല. കോൺഗ്രസ് ഡാമേജ് ആവുന്ന ഒരു വിഷയമല്ലല്ലോ. പുള്ളിയുടെ താല്പര്യമാണല്ലോ. പുള്ളി ഇപ്പോൾ അവിടുന്ന് BJPക്ക് അകത്തുനിന്ന് പുറത്തു പോകാനുള്ള കാര്യം പാലക്കാട് ഇലക്ഷൻ സമയത്ത് സ്റ്റേജിനകത്തൊരു കസേര അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാ പുറത്തു വന്നത്. ഒരു കാരണം അതിനു മുമ്പ് എന്തെല്ലാം അയാൾ ഈ കേരളത്തിലെ ഒരു ഇത്തരത്തിൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയതിന് എല്ലാ സീറ്റുകളും അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേജുകളും ഒരുക്കി കൊടുത്തിരുന്നതും പൊക്കിക്കൊണ്ട് നടന്നത് BJP അല്ലേ. അപ്പോൾ ഇയാൾക്ക് യാതൊരു മര്യാദയും കൂറും ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അത്തരത്തിൽ കൂടെ നിന്നവനോട് താല്പര്യമൊന്നുമില്ല. ഇയാൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് പറയുന്ന രീതിയിൽ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് തോന്നുമെങ്കിലും വളരെ കൃത്യമായിട്ട് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വിഷയം ഏതെങ്കിലും രീതിയിൽ ആ പാർട്ടി അതിനകത്ത് ഊരിപ്പോരാൻ വരുന്ന സമയത്ത് വീണ്ടും ഇത് ലൈവാക്കുക. ഇപ്പോൾ അയാൾ ചെയ്ത പരിപാടി എന്തോ? ഇപ്പൊ ഈ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടാമത് വന്നു. രാഹുൽ മാങ്കൂട്ടൻ അന്നേരം ഒളിവിൽ പോയി. അദ്ദേഹം ജാമ്യത്തിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങി. ജാമ്യത്തിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിനകത്ത് ഒരു വിഷയം, വിവാദമായിട്ടുള്ളൊരു വിഷയം, പ്രശ്നമുള്ളൊരു വിഷയം ജാമ്യത്തിന് വേണ്ടി പരിഗണിക്കുമ്പോൾ കോടതി ഗ്രൗണ്ട് നോക്കും, വെളിയിലുള്ള അഭിപ്രായം നോക്കും, എത്തരത്തിലാണെന്ന് നോക്കും. ഇതിനകത്ത് ഒരു രാഹുൽ ഈശ്വറും ഒരു ഈ പറയുന്നത് പോലെ സന്ദീപ് വാര്യരുടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ പുറകിൽ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.